നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കോളേജിൽ ചെന്ന് അഡ്രസ് എടുത്ത് ഞാൻ അവന്റെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് പറഞ്ഞില്ലേ, അവനവിടെ ഇല്ല. അവൻ അവളെ കൊണ്ട് മുങ്ങിയതാ. ഉറപ്പ്. എന്തുറപ്പ്? അവനവിടെ ഇല്ലെന്നല്ലേ ഉള്ളൂ. അതിന്റെ അർത്ഥം അവരൊരുമിച്ച് പോയിന്നാണോ? നീ എന്താ മായി പറയുന്നത്? അവളെയും കാണാനില്ല, അവനെയും കാണാനില്ല. അതിൽ പിന്നെ വേറെ എന്തർത്ഥം നോക്കാനാ? അല്ല, എനിക്ക് തോന്നുന്നത് അവരൊരുമിച്ചുണ്ടാവുന്ന. ഉണ്ടെങ്കിൽ ഉണ്ട്. അതെവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാ പോരെ? ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോലീസിൽ അറിയിക്കാന്ന്. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ദുരഭിമാനം ഓർത്തിരുന്ന ഒന്നും നടക്കില്ല ശ്രീനി. ദേ, നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും അപകട. അതിനാര് വൈകി? ആരും വൈകിട്ടില്ല. ശ്രീനി പറഞ്ഞതാ കാര്യം. ഇരു ചെവി അറിയാതെ അവളെ തിരിച്ചു കൊണ്ടുവരുന്നതിലാ നമ്മുടെ മിടുക്ക്. സാധാരണ ഒരു പെണ്ണൊളിച്ചോടിയാ വീട്ടുകാരുടെ ഏറ്റവും വലിയ ടെൻഷൻ അവളെ ഇനി ആരെ കൊണ്ട് കെട്ടിക്കുമെന്ന. ഇവിടെ ഏതായാലും ആ പ്രശ്നമില്ലല്ലോ. ജീവ, അവളെ ഏതവസ്ഥയിൽ കണ്ടുപിടിച്ചാലും അവക്കൊരു ജീവിതം നൽകാൻ ജീവനുണ്ടല്ലോ. അല്ലടാ മോനെ, ഇനി നിങ്ങളിങ്ങനെ ആദ്യ കാണിച്ച് പുറത്താരെ അറിയിക്കാൻ നിൽക്കണ്ട. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം പഴയതുപോലെ സ്വാഭാവികമായി നടക്കണം. നിങ്ങൾക്കിപ്പോ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ അഭിനയിച്ചേ പറ്റൂ. പതിവ് പോലെ നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഓഫീസിൽ പോണം. ഒന്നും സംഭവിക്കാത്തതുപോലെ ജോലികൾ കൃത്യമായി ചെയ്യണം. സ്വാമിയേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാ. പക്ഷേ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയേ പറ്റൂ. വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുക. അല്ല, അപ്പൊ അവളെ അന്വേഷിക്കണ്ടേ? ഇതാ ഇപ്പൊ നന്നായേ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അളിനെ തലേ കയറിയില്ലേ? എന്റെ അളിയ അന്വേഷിക്കണ്ട എന്നാണോ ഞാൻ പറഞ്ഞത്? അന്വേഷിക്കും, ആരിച്ച് പെറുക്കി അന്വേഷിക്കും. പക്ഷേ നമ്മളല്ല. നമ്മൾ അന്വേഷിച്ചിറങ്ങിയാലല്ലേ മറ്റുള്ളവർക്ക് സംശയം തോന്നും. ഇവൻ അവളെ കണ്ടെത്തി തരും. സ്വന്തം മുറപ്പെണ്ണിന്റെ മാനം കാക്കേണ്ടത് ഇവന്റെ ആവശ്യമല്ലേ? അല്ലേ മോനെ? ദത്തേട്ടനെത്തിയോ? അവനെന്തേടി ആദി? അവനെവിടെ ഇല്ല, പുറത്തെവിടെ പോയിരിക്കുക. എന്താ ദത്തേട്ടാ? അല്ല, അത് എന്താ മോനെ അവിടെ തന്നെ നിന്നത്? കേറി വാ. അല്ല, പോയിട്ട് തിരക്കുണ്ട് മുത്തശ്ശി. ഒരു ചായ കുടിച്ചിട്ടുള്ള തിരക്കൊക്കെ മതി. കേറിയിരിക്കാം, ഞാൻ ചായ എടുക്കാം. വാ വാ ദത്തേട്ടാ, വാ. ആഹാ, എത്തിയല്ലോ. കാണാതെ പോയ മുത്ത്. മുത്തശ്ശി അവനെ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട. വഴക്ക് പറയാനോ? എന്തിന്?
പറയാതെ ഇറങ്ങിപ്പോയ പിന്നെ വഴക്ക് പറയണ്ടേ? ഇങ്ങോട്ട് കയറി വാടാ. അത് ശരി, നീ ഇപ്പൊ പറയാതെ ഇറങ്ങിപ്പോവാനൊക്കെ തുടങ്ങിയല്ലേ? എവിടെ പോയതാ മുത്തശ്ശിയുടെ പൊന്നുമോൻ പറയാതെ? ദത്ത, നീ ഇത് വെറുതെ കളിതമാശയൊന്നും ആക്കണ്ട. ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. നീ എവിടെ പോയതാടാ വാതിലും പൂട്ടി? അത് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ പോയതാ. ഡ്രസ്സ് വാങ്ങാനോ? നിനക്കുള്ള ഡ്രസ്സൊക്കെ ഞാനല്ലേടാ വാങ്ങി തരുന്നേ. ഇതെന്താ പതിവില്ലാത്ത ഓരോരോ കാര്യങ്ങള്? അതെ, ആമച്ചേച്ചിയുടെ സെലക്ഷൻ ആ സൂപ്പർ നീ എപ്പോഴും പറയായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ എന്താ ഒരു പുതുമ? എന്താടാ ഇവളോടുള്ള വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടോ? ഒന്നുമില്ല എന്റെ മുത്തശ്ശി, ചുമ്മാ ഓരോന്നും പറയല്ലേ. അല്ല, എവിടെ ഡ്രസ്സ്? കാണട്ടെ. അല്ല നിന്റെ സെലക്ഷൻ എങ്ങനെ നോക്കട്ടെ, കാണിക്കടാ. അല്ല അത് കാണിക്കടാ നോക്കട്ടെ. അതിപ്പോ അങ്ങനെ ആരും കാണണ്ട. അതെന്താ മര്യാദക്ക് കവർ പൊട്ടിക്കടാ. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം. എന്താടാ? അണ്ടർവെയർ ആണോ? അണ്ടർവെയർ. അത് ശരി, എന്നാ കൊണ്ടേ അകത്ത് വെച്ചിട്ടോ. എന്താ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, നീ കൊണ്ടേ അകത്ത് വെച്ചിട്ടോ. ചെല്, പോ. അങ്ങനെ അങ്ങ് പോയാലോ? നിക്കടെ അവിടെ. ദത്തേണ്ട പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്റെ അമ്മി, നീ നടങ്ങ്, കാര്യം ഞാൻ പറയാം. നീ ചെല്ലടാ. അളിയനാണ് അളിയൻ. എന്താ ദത്തേട്ടാ? എന്താ ഭാര്യയും ഭർത്താവും കൂടി ഞാൻ അറിയാത്തൊരു സ്വകാര്യം? ഭയങ്കര പ്രശ്നം മുത്തശ്ശി. എന്തുവാടി? എന്റെ മുത്തശ്ശി അവൻ ഷഡ്ഡി വാങ്ങാൻ വേണ്ടി പോയതാ. എന്താടി എന്തോന്നാടി ഇത്ര ചിരിക്കാൻ? ഇളിച്ചോണ്ട് നിൽക്കാതെ ദത്തന് പോയി ചായ ഇട്ട് കൊടുക്ക. അതിനിപ്പോ എത്ര നേരം വേണം? അപ്പൊ അവിയലുണ്ടാക്കുന്നതാരാ? അതൊക്കെ ഞാൻ എപ്പോഴേ ഉണ്ടാക്കി വെച്ചു. കുഴപ്പമില്ലടാ, ഞാൻ വിളിച്ചോളാം. ആദി, നീ ഇത്രയും വലിയ കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നീ എന്താ വിചാരിച്ചേ? ഞാൻ കണ്ടുപിടിക്കില്ലെന്നോ? ഈ കവറിൽ എന്താണെന്നാ നീ പറഞ്ഞേ? നിന്റെ ഇന്നർ വെയറോ? അതെ. പിന്നെ എവിടുന്നാ ഈ മസാല ദോശയുടെ മണം വരുന്നത്? ഞാൻ വെറും മണ്ടിയാണെന്നാണ് നിന്റെ വിചാരം അല്ലേ? അതിങ്ങ് എടുക്കടാ. എന്റെ ഒന്നുമില്ല. നീ കവറൊന്ന് കാണിച്ചേ. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് എന്റെ ഡ്രസ്സാ. ഡ്രസ് മാത്രം അല്ലല്ലോ അതിനകത്തുള്ളത്. എടുക്കടാ ഇങ്ങോട്ട്. അല്ല ചേച്ചി, അത്